മാറ്റം ഇടതുപക്ഷത്തിൻ്റെ പതനത്തിലേക്കാണ് എത്തിച്ചിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടത് ഭരണവിരുദ്ധ വികാരം എന്ന ഒരു വികാരത്തിന് അപ്പുറം ജനങ്ങൾ വോട്ട് ചെയ്ത് UDFനെ അധികാരത്തിൽ എത്തിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനമായ കാരണം പിണറായി വിരുദ്ധതയാണ്. ആ പിണറായി വിരുദ്ധത കേരളത്തിലുടനീളമുണ്ട്. ഈ പിണറായിയുടെ ഈ യു-ടേൺ അടിയുടെ ഭാഗമായിട്ടുണ്ടായ ഏറ്റവും വലിയ നഷ്ടം പൊതുസമൂഹത്തിനോടൊപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണ്, ഇടതുപക്ഷത്തിനാണ്. അപ്പം ഒരു മൂന്നാം ഊഴം പിണറായിക്ക് നൽകിക്കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തകർച്ച പരിപൂർണമാകുമെന്നും ഇവിടെ ഒരു മുതലാളിത്ത കേന്ദ്രീകൃത ഭരണത്തിലേക്ക് കേരളത്തിലെ മാറുമെന്നും ഇവിടുത്തെ സഖാക്കളും തൊഴിലാളികളും ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. സർവ്വലോക തൊഴിലാളികളെ സംഘടിക്കുവീൻ എന്ന് പറഞ്ഞിരുന്ന പാർട്ടി അതിൽ നിന്ന് നേരെ തിരിഞ്ഞിട്ട് സർവ്വലോക മുതലാളിമാരെ കേരളത്തിലേക്ക് വരൂ എന്ന് പറയുന്ന ഒരു നിലപാടിലേക്ക് മാറി. തൊഴിലാളി പ്രസ്ഥാനങ്ങളുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും, തൊഴിലാളികളുടെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ ഒന്നുപോലും ഇടപെടുകയോ പരിഹരിക്കുകയോ അവർക്ക് സമരം നടത്താനുള്ള അവരുടെ ആർജവം പോലും അവരിൽ നിന്ന് എടുത്തു മാറ്റുകയും ചെയ്തൊരു ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്കറിയാം, ഇവിടെ നടന്ന സർവേ റിപ്പോർട്ടുകൾ, ആ സർവേ റിപ്പോർട്ടുകൾ വരുന്നതിന് തലേ ദിവസം ഞങ്ങൾ വ്യക്തിപരമായി നടത്തിയ ഒരു സർവേ റിപ്പോർട്ട് 86 സീറ്റിൽ UDF അധികാരത്തിൽ വരുന്നതാണ്. അതിൽ കണ്ണൂരിലെ രാഷ്ട്രീയമൊക്കെ നമ്മൾ നന്നായിട്ട് വിശദീകരിക്കുന്നുണ്ട്. 86-ന് പുറമെ 23 സീറ്റിൻ്റെ ചാൻസുകളാണ് നമ്മൾ കാണുന്നത്. ആ 23ഉം ജയിച്ചു കഴിഞ്ഞാൽ ഒരു 109, 110 സീറ്റിലേക്ക് എത്തും. 86 കഴിഞ്ഞ് ഈ പറയുന്ന ചാൻസ് സീറ്റിൻ്റെ 50% വന്നാൽ പോലും 100 സീറ്റിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ട്. ഈ സാഹചര്യമൊക്കെ ഉണ്ടാക്കിയത് ഞാൻ ഈ 1.5 വർഷം മുമ്പ് ഉയർത്തിയ അതേ വിഷയമാണ്. പയ്യന്നൂരിലും തളിപ്പറമ്പിലുമൊക്കെ കുഞ്ഞികൃഷ്ണൻ സഖാവാണെങ്കിലും ഗോവിന്ദൻ സഖാവാണെങ്കിലും എല്ലാം അവർ ഉയർത്തുന്നു. സുധാകരൻ ഈ ആലപ്പുഴയിൽ മത്സരിക്കാൻ തയ്യാറാകുന്നു. പാലക്കാട് ജില്ലയിലെ ശശിയും സുരേഷും മത്സരത്തിന് വരുന്നു. ആയിഷാപ്പൊഴി ഈ പറയുന്ന പിണറായിസത്തിൻ്റെ കുടുംബാധിപത്യത്തിൻ്റെ ഭാഗമായി പാർട്ടി വിട്ടുപോകുന്നു. കേരളത്തിൻ്റെ രാഷ്ട്രീയം ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലോ അല്ലാതെയോ CPMന് ഇത്രമാത്രം ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ വിട്ടുപോരുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. ആ സാഹചര്യം എല്ലാവരും പറഞ്ഞത് ഞാൻ ഈ പറയുന്ന കുടുംബാധിപത്യ ഏകാധിപത്യ പിണറായിയുടെ ഈ രാഷ്ട്രീയമാണ്, ഈ പറയുന്ന ഫാസിസ്റ്റുകളുമായിട്ടുള്ള കൂട്ടുകെട്ടാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും. ആ റിസൾട്ട് എന്ന് പറയുന്നത് പിണറായി എന്ന് പറയുന്ന ഒരു മഹത് വ്യക്തിയായിരുന്നു അദ്ദേഹം. ആ വ്യക്തിയെ കാലം ഇനി വരാനിരിക്കുന്ന തലമുറ പരിചയപ്പെടാൻ പോകുന്നത് ഇടതുപക്ഷത്തെ കൊണ്ടുപോയി സംഘിയുടെ കാലിൽ കെട്ടിയ ഒറ്റുകാരനായി സഖാവ് പിണറായി ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടോടു കൂടി മാറാൻ പോവുകയാണ്. നല്ല മാനാഭിമാനത്തോടു കൂടി ഇറങ്ങിപ്പോകേണ്ട ഒരു വ്യക്തി ഇത്രയും അപമാനിതനായിക്കൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ചിത്രമുണ്ടാകും. അതുപോലെയുള്ള കൊടും ചതിയാണ് അദ്ദേഹം കേരളത്തിലെ മതേതര സമൂഹത്തോടും ആ പാർട്ടിയോടും ആ മുന്നണിയോടും ചെയ്തിട്ടുള്ളത്. അതിൻ്റെ മൊത്തത്തിലുള്ള റിസൾട്ടായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ വരുന്നത് എന്നാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം റിസൾട്ടിൻ്റെ ഈ 24 അല്ലെങ്കിൽ 48 മണിക്കൂർ മുമ്പ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഞാൻ ഇവിടെ ഇപ്പം ഇന്ന് വന്നത് എൻ്റെ സുഹൃത്താണ് നിസാർ മേത്ര, നിങ്ങൾക്കറിയാം, നമ്മുടെ സംസ്ഥാന ഭാരവാഹിയായിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടും കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ബന്ധുവിൻ്റെ ഒരു വിവാഹമുണ്ട്, അതിൽ പങ്കെടുക്കാനാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇവിടെ ഈ പറയുന്നത് പോലെ അവൈലബിളായ ലീഡേഴ്സിനെ കാണാൻ പറ്റിയാൽ കാണും. ഇല്ല, തെരഞ്ഞെടുപ്പിനെ എന്നെ സംബന്ധിച്ചിട്ട് ബേപ്പൂരിൽ നിന്ന് അനങ്ങാൻ പറ്റിയിട്ടില്ല. അത്രമാത്രം ടൈറ്റ് മത്സരമായിരുന്നു. എൻ്റെ ആത്യന്തികമായ ഉദ്ദേശം ഇപ്പം നിങ്ങൾ ഈ പറയുന്ന മുഹമ്മദ് റിയാസിനെ ആ ബേപ്പൂരിൻ്റെ ആ ബൗണ്ടറിയിൽ നിന്ന് പുറത്തേക്ക് വിടാതിരിക്കുക എന്നത് തന്നെയായിരുന്നു തെരഞ്ഞെടുപ്പിലെ രണ്ടാമത്തെ ലക്ഷ്യം. ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലെ വലിയ മുന്നേറ്റം UDFന് ഉണ്ടാകുമെന്ന് നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതാണല്ലോ 2 MLA-മാരാണ് കഴിഞ്ഞ 10-25 കൊല്ലമായിട്ട് കോഴിക്കോട് നിന്ന് UDFനുള്ളത്. അവിടെ 8ഉം 10ഉം MLA-മാർ ജയിക്കുമെന്ന് പറയുന്ന രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായതിൻ്റെ ഒരു പ്രധാന കാരണം ബേപ്പൂരിലെ മത്സരമാണ്. കാരണം കോഴിക്കോട് ജില്ലയിലെ രാഷ്ട്രീയം, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം CPMൻ്റെത് ഏറ്റെടുത്തിരുന്നതും അത് നിയന്ത്രിക്കാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്തതും
ശ്രീ മുഹമ്മദ് റിയാസായിരുന്നു. അവിടുത്തെ തെരഞ്ഞെടുപ്പിൻ്റെ സ്ട്രാറ്റജി, അവിടുത്തെ സോഷ്യൽ മീഡിയ, അവിടുത്തെ പ്രചരണം, അവിടെ പോസ്റ്റർ എങ്ങനെ അടിക്കണം, ബാനർ എങ്ങനെ വെക്കണം, ഏതൊക്കെ നേതാക്കന്മാർ വരണമെന്ന് തീരുമാനിക്കുന്നത് അതിൻ്റെ പണം ഇഷ്ടം പോലെ അദ്ദേഹത്തിൻ്റെ അടുത്തുണ്ട്. അതുകൊണ്ട് കോഴിക്കോട് ജില്ലയിലെ 13 സീറ്റും ഞാൻ ഏറ്റു എന്ന് സെക്രട്ടേറിയറ്റ് മെമ്പർ കൂടിയായ അദ്ദേഹം ഏറ്റെടുത്താണ് ആ തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങുന്നത്. പക്ഷേ ബേപ്പൂരിലെ തെരഞ്ഞെടുപ്പിലേക്ക് ജനുവരിയോടുകൂടി ഞാൻ അവിടെ ഇറങ്ങിയതോട് കൂടിയിട്ട് അദ്ദേഹത്തിന് പുറത്തു പോകാൻ കഴിയാത്ത അവസ്ഥയായി. കോഴിക്കോട് ജില്ലയിലെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ പോയിട്ട് പോലും പ്രവർത്തിക്കാൻ കഴിയാത്ത അവസ്ഥ വന്നു. അപ്പോൾ ഇടതുപക്ഷം അവിടെ ഉണ്ടാക്കി വെച്ചിരുന്ന ഒരു അറേഞ്ച്മെൻറ്റ്സ്, ഇലക്ഷൻ സ്ട്രാറ്റജി അത് പൊളിഞ്ഞ് തവിട് പൊടിയായി. എന്ത് ചെയ്യണമെന്നറിയാതെ മറ്റ് 12 സ്ഥാനാർത്ഥികളും അന്തം വിട്ടൊരവസ്ഥയുണ്ടായി. ഇതിനെ നയിക്കേണ്ടിയിരുന്ന ഉത്തരവാദിത്തപ്പെട്ട ക്യാപ്റ്റൻ അങ്ങോട്ട് മുങ്ങാണ്, എന്നെക്കൊണ്ട് ഒന്നിനും സാധിക്കില്ല എന്ന് പറയുന്നത് എപ്പോഴാണ്? തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് സ്ഥാനാർത്ഥികളുടെ സ്ഥാനാർത്ഥിത്വം LDF ലീഡർഷിപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം അത് നയിക്കാനുണ്ടായിരുന്ന കപ്പിത്താൻ മുങ്ങിയതാണ്. അപ്പോൾ അതുകൊണ്ട് അതൊരു വലിയ തിരിച്ചടിയാവാണ് കോഴിക്കോട് ജില്ലയിൽ. UDF അടിച്ചു കയറി ഇവരെ സംബന്ധിച്ച് ഇവരെ അന്തം വിടുകയാണ്. എന്താ ചെയ്യേണ്ടത് എന്ന് പോലും അറിയാത്ത അവസ്ഥകൾ പല സ്ഥാനാർത്ഥികൾക്കും അവിടെ വന്നു. അതുകൊണ്ട് എനിക്ക് ബേപ്പൂർ വിട്ടിട്ട് വരാൻ സാധിച്ചിട്ടില്ല. അതൊരു വസ്തുതയാണ്. അല്ല, ഞങ്ങളൊരു ആശയത്തിലാണല്ലോ, ആൻറ്റി പിണറായിസത്തിലാണല്ലോ ഞങ്ങൾ നിൽക്കുന്നത്. ആ പിണറായിസത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണല്ലോ അവരൊക്കെ മത്സരിച്ചിട്ടുള്ളത്. അല്ല അല്ല അതൊക്കെ എന്താ പറയുക, നമുക്ക് പറയേണ്ടത് ഈ മധുസൂദനെ ആരെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഈ പിണറായി വിജയനെയാണല്ലോ. ആ മധുസൂദനെതിരെ അദ്ദേഹം സ്ഥാനാർത്ഥിയാവുക പറയുക മാത്രമല്ല, എന്താണ് അദ്ദേഹം പറയുന്ന രാഷ്ട്രീയം? അദ്ദേഹം പറയുന്ന രാഷ്ട്രീയം ഇവിടുത്തെ രക്തസാക്ഷികളുടെ ഫണ്ട് അതുപോലും കൊള്ളയടിക്കപ്പെട്ടു, അതിൻ്റെ കണക്കാണ് അദ്ദേഹം പറയുന്നത്. കേരളത്തിൽ ഉടനീളം പിണറായിസവും മരുമോനിസവും ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ട്രംപ് കാർഡാണെങ്കിൽ ഇവിടെ കണ്ണൂരിൽ ഈ 2 ഫാക്ടർ മാത്രമല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ജയരാജന്മാരുടെ വിഷയമുണ്ട്. 3 ജയരാജന്മാർ ഈ തെരഞ്ഞെടുപ്പിൽ എന്ത് നിലപാടാണ് സ്വീകരിച്ചതെന്നില്ല കണ്ണൂരിലെ പത്രമാധ്യമങ്ങൾക്കറിയാം. അവരെടുക്കുന്ന ഒരു എഫേർട്ട് എടുത്തിട്ടുണ്ടോ? അവരുണ്ടാകേണ്ടടുത്ത് ഉണ്ടായിട്ടില്ല. കാരണം അവരെ മാറ്റി നിർത്തിയിട്ടാണ്. ഞാനീ പറയുന്ന മരുമോനിസത്തിൻ്റെ ബാക്കി പത്രമാണ്. മലബാറിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പരിപൂർണമായും മരുമകൻ്റെ കാൽക്കീഴിലാക്കാൻ എത്ര നേതാക്കന്മാരെയാണ് ഇവിടെ വെട്ടിനിരത്തിയത്? ആ വെട്ടിനിരത്തിയതിൻ്റെ ഒരു ഇഫക്റ്റ് ഏറ്റവും കൂടുതലുള്ള ഒരു ജില്ലയാണ് കണ്ണൂർ. അതും അവസാനിക്കില്ല. ഇവിടെ പി ശശി എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ പ്രശ്നമുണ്ട്. ഇവിടെ നടന്ന ഒരുപാട് രാഷ്ട്രീയ സംഘടനകളിൽ മരണപ്പെട്ടിട്ടുള്ള രക്തസാക്ഷികളായിട്ടുള്ള ഒരുപാട് സഖാക്കളുണ്ട്. അവരുമായി ബന്ധപ്പെട്ട കേസുകൾ ഈ പി ശശി അധികാരത്തിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയതിനു ശേഷം ഇവിടെ നടന്ന BJP, RSS, CPM സംഘടനത്തിൽ പ്രതികളാകപ്പെട്ട പ്രതി ചേർക്കപ്പെട്ടവരായ സഖാക്കൾ പോലും ഈ പീരീഡിൽ നടന്ന കേസിൽ ശിക്ഷിക്കപ്പെട്ടു എന്ന് ഇവിടുത്തെ രക്തസാക്ഷി കുടുംബങ്ങളിൽ ഇവിടെ ചർച്ചയുണ്ട്. അതോടൊപ്പം ഇവിടുന്ന് ശിക്ഷയില്ലാതെ കേസുകളിൽ CPM പ്രവർത്തകരെ വെറുതെ വിട്ട കേസ് അപ്പീലിൽ ഹൈക്കോടതിയിൽ ശിക്ഷിക്കപ്പെട്ടു എന്ന് ഈ പറയുന്ന രക്തസാക്ഷി കുടുംബത്തിലെ ഒരു വലിയ വിഷയമായി ഇവിടെ നിൽക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ പിന്നിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയാണ് എന്ന് ഇവിടുത്തെ നിങ്ങൾ അറിഞ്ഞും അറിയാതെയും ഇവിടെ സുനാമി ഉണ്ടാകുമ്പോൾ ഇതൊന്നും സഖാക്കൾ പുറത്തു പറയുന്നുണ്ട്. അവിടുന്ന് ശബ്ദം പോലും നമ്മളാരും കേൾക്കില്ല. ഇവിടെ തരംഗമുണ്ടോ എന്ന് ഇപ്പോഴും കേരളത്തിലെ മാധ്യമങ്ങളും സർവേ ടീമും സംശയിക്കുന്നതിൻ്റെ കാരണം അതാണ്. ഇവിടെ തരംഗമുണ്ട്, അത് അണ്ടർഗ്രൗണ്ട് തരംഗമാണ്, സുനാമിയാണ്. കാരണം ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഒരു സഖാവിൻ്റെ മുഖത്തുനിന്ന് പോലും ഒരാൾക്കും അവർ പാർട്ടിക്കെതിരെ വോട്ട് ചെയ്യുമെന്ന് വായിച്ചെടുക്കാൻ സാധിക്കില്ല. അത്രയും മൗനമായിട്ടുള്ള സുനാമി ഓപ്പറേഷനാണ് കണ്ണൂരിൽ നടന്നിട്ടുള്ളത്. ഈ ഇഷ്യൂസിന് പുറമെ ഇവിടെ പിണറായി വിഷയം, മരുമകൻ പ്രശ്നം, ഈ പറയുന്ന ജയരാജന്മാരുടെ വിഷയം, പി ശശിയുടെ ഈ ഇമ്പാക്റ്റ്, അതിന് പുറമെ ഏറ്റവും അവസാനമായിട്ട് ഗോവിന്ദ മാഷ് പാർട്ടി എടുത്ത നിലപാട് തളിപ്പറമ്പിൽ ഇതൊക്കെ അറിയുന്നതാണല്ലോ. ഇവിടെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയും ഏരിയ കമ്മിറ്റിയിലൊന്നും ആവശ്യമായ പിന്തുണ പോലും കിട്ടാതെ ഗോവിന്ദൻ മാഷിയുടെ താല്പര്യം സംരക്ഷിക്കുക എന്ന പിണറായിയുടെ കുടുംബാധിപത്യ രാഷ്ട്രീയം, അതിന് പിൻബലമേകാൻ നൽകിയ ആ സീറ്റ്
അതിവിടെ എത്രത്തോളം ഇവിടെ ചർച്ചയായിട്ടുണ്ട്. അതിൻ്റെ റിയാക്ഷൻ ഇതൊന്നും പുറത്തേക്ക് കാണില്ല. പിന്നെ അവസാനത്തെ റിയാക്ഷൻ ഇവിടെ നമ്മുടെ സ്പീക്കർ ഷംസീർ ഈ തെരഞ്ഞെടുപ്പിൽ വെട്ടി നടത്തപ്പെട്ട വ്യക്തിയാണ്. അതിൻ്റെ ഒരു ഇഫക്റ്റിൽ